പാലാ തൊടുപുഴ ഈരാറ്റുപേട്ട മൂവാറ്റുപുഴ വഴി എങ്ങോട്ടോ പോകുന്ന സൂപ്പർ ഫാസ്റ്റ് സ്റ്റാൻഡിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കട്ടത്തടിയിലിരിക്കുന്നു. ടിക്കറ്റ് മോനെ, ഇത് വികലാംഗ റെസീറ്റാ. അപ്പുറത്തേക്കിരുന്നോ. ഞാനും ഒരു വികലാംഗനാ ചേട്ടാ. കണ്ടില്ലേ, എന്റെ ഒരു പല്ല് പോയിട്ടുണ്ട്. ചേട്ടാ, കൊയിലാണ്ടി എത്തിയാൽ ഒന്ന് പറയണേ. ഓ, പറയാം. അല്ല, മോന്റെ വീട് കൊയിലാണ്ടിയിലാണോ? അല്ലല്ല, ഞാൻ എന്റെ അമ്മാവിന്റെ വീട്ടിൽ പോവുകയാ. മോൻ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? 5ലാ. മോന്റെ അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ ദുബായിലാ. അതെയോ? അവിടെ എന്താ ജോലി? അച്ഛൻ അവിടെ വലിയ നിലയിലാ. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാലേ അച്ഛന് മാസം 30,000 രൂപ കിട്ടും. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ 30,000 രൂപയോ? അതെന്ത് പണിയാ? വെറുതെ എന്ന് പറഞ്ഞാ, അങ്ങോട്ട് നടക്കുമ്പോ തലയിൽ ഹോളോ ബ്രിക്സ് ഉണ്ടാകും, ഇങ്ങോട്ട് വരുമ്പോൾ തലയിൽ സിമന്റ് ചാക്കും. അപ്പൊ കൽപ്പണിക്കാരനാണല്ലേ? ചേട്ടാ, കൊയിലാണ്ടി എത്തുമ്പോ പറയണേ. പറയാം. ചേട്ടാ, കൊയിലാണ്ടി എത്തിയോ? അയ്യോ, കൊയിലാണ്ടി കഴിഞ്ഞല്ലോ മോനെ. അയ്യോ, ഞാൻ പറഞ്ഞതല്ലേ കൊയിലാണ്ടി എത്തിയാ പറയണെന്ന്. ഞാനിപ്പോ എന്താ ചെയ്യാ? ഇടോ, തന്നോട് ഈ കുട്ടി പറഞ്ഞതല്ലേ കൊയിലാണ്ടി എത്തിയാ പറയണമെന്ന്. താനെന്ത് പണിയാ കാണിച്ചേ? അത് പിന്നെ ഞാൻ ഒന്നും പറയണ്ട. മര്യാദക്ക് വണ്ടി തിരിച്ചു വിട്. വണ്ടി തിരിച്ചു വിടാനൊന്നും പറ്റില്ല. കൊയിലാണ്ടി എത്തി. ഇറങ്ങിക്കോ. ഹലോ, അമ്മേ, ഞാനിപ്പോ കൊയിലാണ്ടി എത്തി. ഓക്കെ, ശരി. അമ്മ പറഞ്ഞിട്ടുണ്ട് കൊയിലാണ്ടി എത്തിയാ വിളിക്കണമെന്ന്. എടാ ജിൻജു, നീ ആ തീപ്പെട്ടി ഒന്നെടുത്തേ. ഈ വേസ്റ്റ് ഒക്കെ ഒന്ന് കത്തിക്കണം. വേഗം. ഇവനോടൊരു കാര്യം പറഞ്ഞിട്ട്. എടാ ജിൻജു, നീ ഇതെവിടെയാ? ഒരു തീപ്പെട്ടിയും കൊണ്ടുവാടാ. ഒരു തീപ്പെട്ടി ചോദിച്ചിട്ട് നേരം എത്രയായി? ഈ കണക്കിന് ഒരു തീവണ്ടി ചോദിച്ചിരുന്നേ. ഇതിലും പെട്ടെന്ന് കൊണ്ടുവന്നേനെ. തീവണ്ടിയാണെങ്കി ഓടിച്ചു കൊണ്ടുവരാലോ. ഇത് ഞാൻ നടന്നെത്തണ്ടേ? ഇതൊന്നും കത്തുന്നില്ലല്ലോ. എവിടുന്ന് കിട്ടിയടാ ഈ തീപ്പെട്ടി? അങ്ങനെ കത്താതിരിക്കാൻ വഴിയില്ലല്ലോ അച്ഛാ. എല്ലാ കൊള്ളിയും ഞാൻ ചെക്ക് ചെയ്തതാണല്ലോ. എല്ലാം കത്തുന്നുണ്ടായിരുന്നു. എടാ മണ്ടാ, ഒരിക്കൽ കത്തിച്ചാ പിന്നെ അത് വീണ്ടും കത്തിക്കാൻ പറ്റില്ലാന്നറിയില്ലേ? അപ്പച്ച ഒരിക്കൽ കത്തിച്ച സിഗരറ്റ് ലൈറ്റർ കൊണ്ട് വീണ്ടും സിഗരറ്റ് കത്തിക്കാറില്ലേ? അച്ഛാ, എനിക്കൊരു സംശയം. ഈ പ്രായം കൂടുമ്പോ കേൾവി ശക്തി കുറയോ അച്ഛാ? ചിലർക്ക് കുറയും. എന്താ ചോദിക്കാൻ കാരണം? ഒന്നുമില്ല. ഞാനൊരു പുതിയ സൈക്കിള് വാങ്ങിത്തരാൻ പറഞ്ഞിട്ട് 3 മാസായി. അച്ഛനത് കേട്ട ഭാവല്ല, അതുകൊണ്ട് ചോദിച്ചതാ. തൽക്കാലം എന്റെ പൊന്നുമോനി പഴയ സൈക്കിളിൽ തന്നെ പോയാ മതി. സമയമാകുമ്പോ പുതിയത് മേടിച്ചു തരാട്ടോ. മതി, തിരക്കില്ല. എനിക്ക് സമയം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കല്ലേ. അച്ഛന്റെ കാര്യം അങ്ങനെയല്ലല്ലോ, പ്രായമായി വരികയല്ലേ. അതുകൊണ്ടൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. പോയ ഇവനോടൊക്കെ സംസാരിച്ച മനുഷ്യന് വട്ടാകും. നിനക്ക് ട്യൂഷന് പോണ്ടേ? പോവാൻ നോക്ക്. എടാ ടിൻറ്റു, അങ്ങനെ നീ ആ ഡുണ്ടുമോളെ വളച്ചു അല്ലേ? ആര് പറഞ്ഞു? ഒന്നും പറയണ്ട. നീ ഇന്നലെ അവൾക്ക് നിന്റെ മൊബൈൽ നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കണ്ടു. എടാ മണ്ടാ, അത് മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുത്തതല്ല. ഇക്കഴിഞ്ഞ ഓൾ ഇന്ത്യ ഇംഗ്ലീഷ് ടെസ്റ്റിൽ എനിക്ക് കിട്ടിയ റാങ്ക് പറഞ്ഞതാ. മൊബൈലിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. ഞാൻ എൻ്റെ ഫോണൊന്ന് റീചാർജ് ചെയ്തിട്ട് വരാം. ചേട്ടാ, ഫോണൊന്ന് റീചാർജ് ചെയ്യണം. എത്ര രൂപയ്ക്കാ? 10 രൂപയ്ക്ക് ചാർജ് ചെയ്താ എത്ര രൂപ കിട്ടും? 10 രൂപയ്ക്ക് ചാർജ് ചെയ്താ 7 രൂപ കിട്ടും. 10 രൂപ. ബാക്കി 3 രൂപയ്ക്ക് മിഠായി എടുത്തോ.
വാങ്ങിയിട്ട് ഗമ പറയാൻ ഒരുത്തനെയും കാണുന്നില്ലല്ലോ. എങ്ങോട്ടാ ഒരു കഴുതയുമായി പോകുന്നത്? കഴുതയോ? ഇത് പഗ്ഗാ, പഗ്. ഛേ, ഞാൻ പട്ടിയോടാ ചോദിച്ചേ. രാവിലെ തന്നെ കിട്ടി, വേണ്ടായിരുന്നു. ആ ഹലോ, പെട്ടെന്ന് വാ, പഗ്ഗിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ജഗ്ഗല്ലടാ, പഗ് പഗ്. ഇപ്പോഴത്തെ പയ്യന്മാരുടെ ഒരു ജാട. കയ്യിലൊരു മൊബൈൽ, ബർമൂഡ, ഇപ്പൊ ഒരു പട്ടിയും. പട്ടിയും മൊബൈലും പിന്നെ ഞാനും അല്ലടാ. ചുറ്റും അസൂയക്കാരാ. ഒരു സ്റ്റൈലൻ പട്ടിയെ കിട്ടിയിട്ട് ഒരുത്തനെയും കാണാനില്ലല്ലോ. ഇവൻ കൊള്ളാലോ. എപ്പ വാങ്ങി? വാങ്ങിയതല്ല, ഗിഫ്റ്റ് കിട്ടിയതാ. കൊയിലങ്കിളിലെ ആൻറ്റി തന്നതാ. ചേ, കൊയിലാണ്ടിയിലെ അങ്കിൾ തന്നതാ. കൊള്ളാം, സ്റ്റൈലൻ. കണ്ടാ കുളിക്കണം. അല്ല, എന്താ ഇവന്റെ പേര്? ക്ലിച്ചോ. ആര് കുളിച്ചോന്ന്? കുളിച്ചോന്നല്ല, ക്ലിച്ചോ, ക്ലിച്ചോ, ക്ലിച്ചോ എന്നാ പട്ടിയുടെ പേര്. ക്ലിച്ചോ. ചൊക്ലിയായിരുന്നു ഇതിലും നല്ലത്. എന്താ ഇതിന്റെ ഭക്ഷണം? രാവിലെ ബൂസ്റ്റും ചിക്കൻ നൂഡിൽസ്, ഉച്ചയ്ക്ക് കബാബ് തന്തൂരി, രാത്രി ആട്ടിൻ കരൾ പൊരിച്ചത്. ബൂസ്റ്റും ആട്ടിന്റെ കരളും 2 ദിവസമായി മീനിന്റെ മുള്ള ആഹാരം. ഇവനാരാ മോനെന്ന് അറിയാമോ? കൊച്ചിയിൽ വച്ച് നടന്ന പട്ടികുസ്തി മത്സരത്തിൽ ചാമ്പ്യൻ അല്ല ഇവൻ. നീ തെളിച്ചു പറ. ആഹാ, ആദ്യം മറ്റേ പട്ടി മുകളിൽ, നമ്മുടെ ക്ലിച്ചോ താഴെയും. അവരുടെ പട്ടി ജയിക്കാൻ പോകുന്ന സമയത്തിൽ നമ്മുടെ ക്ലിച്ചോ ഒരു മറച്ചിൽ. മറ്റവൻ വെറുതെ നിന്നില്ല, ഒരു ഇടി. നമ്മുടെ പട്ടി ഒരു കടി. അവസാനം കഴിഞ്ഞു. അവസാനം ആരായിരുന്നു മുകളിൽ? ക്ലിച്ചോ, അപ്പുറത്തെ മതിലിന്റെ മുകളിൽ. ശക്തിയിൽ കാര്യമൊന്നുമില്ല, പട്ടികൾക്ക് ബുദ്ധിയാണ് ആവശ്യം. ശരിയാ, കഷ്ടം, ഇവനതുമില്ലല്ലോ നിന്നെ പോലെ. നിനക്കറിയില്ല ഇവന്റെ ബുദ്ധി. ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം കൃത്യമായി അവൻ ഉത്തരം പറയും. ദൈവമേ, ഇത്രയും വലിയ പുളു ഞാൻ ആദ്യമായി കേൾക്കുകയാ. ക്ലിച്ചോ സാധാരണ പട്ടിയല്ല, സ്പെഷ്യൽ പട്ടിയാ. കാണണോ? എന്നാൽ ആദ്യത്തെ ചോദ്യം, സാധാരണ പട്ടികൾ എങ്ങനെയാണ് കുരയ്ക്കുന്നത്? കറക്റ്റ്, ശരി ഉത്തരം, സബാഷ്. എടാ ടിൻഡു, ആളെ പറ്റിക്കാതെ, ഇതിനൊരു കഴിവുമില്ല. എന്നാൽ അടുത്ത ചോദ്യം കണക്കിൽ നിന്നാണ്. ഓ, എന്നാ കണക്കായിരിക്കും. ക്ലിച്ചോ, 8 നിന്ന് 8 പോയാൽ എത്രയാ? എന്തു പറ്റി? നിന്റെ പട്ടി മിണ്ടുന്നില്ലല്ലോ. എടാ മണ്ട, 8 നിന്ന് 8 പോയാൽ ഒന്നുമില്ലെന്ന് അവൻ അറിയാം, അതാ മിണ്ടാത്തത്. ടിൻഡു, ഇങ്ങനെ ചുമ്മാ കിടന്നാ നിനക്ക് ബോറടിക്കത്തില്ലേ? ബോറടിച്ചാ ഞാൻ തിരിച്ചടിക്കും. ചിണ്ടു വരാ മോൻ, പിന്നെ അടിച്ചാ കേറി കിടന്ന് ഉറങ്ങിക്കളയും. അപ്പൊ ഒന്നും അറിയില്ലല്ലോ. പിന്നെ അച്ഛാ, ഞാൻ ഇന്നലെ മെസ്സിയെ സ്വപ്നം കണ്ടു. ആ, മെസ്സിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തെ. ആ തെക്കേടത്തെ ലിസിയുടെ പശുവിനെ നീ കണ്ടിട്ടുണ്ടോ? അതുപോലൊന്ന് നമുക്കും മേടിക്കണം. കവറ് പാല് കുടിച്ച് മടുത്തടാ. നാളെ മുതൽ കവറുപാൽ ഔട്ട്, കറവ് പാലിൻ. ആ, നീ ആ കാലിച്ചന്തയിലോട്ട് പോയി ലക്ഷണമൊത്തൊരു നല്ല പശുവിനെ മേടിച്ചോണ്ട് വാ. അവിടെയുള്ളൊരു മൈക്കിളിനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പോത്തു മൈക്കിളെന്ന് ചോദിച്ചാ ആരും പറഞ്ഞു തരും. നല്ല പശു എന്ന് എങ്ങനെ മനസ്സിലാക്കും? ആ, ലക്ഷണങ്ങൾ ഞാനിപ്പോ പറഞ്ഞുതരാം. കറുത്ത നിറം, നല്ല തടി, നല്ല ഉയരം, നല്ല ഘടാഘടിയൻ, വാല് നിലത്തു തൊടണം, നിറഞ്ഞ അകിടായിരിക്കണം. ഇതെല്ലാം ഒത്തൊരു പശുവിനെ കിട്ടു അച്ഛാ? ആ, ഇതിൽ 1 2 കുറഞ്ഞാലൊന്നും പ്രശ്നമില്ല. എല്ലാം ഒത്തുകിട്ടാനും പാടാ. ഇത് പശുവോ അതോ പോത്തോ? സംശയമെന്താ? ഇത് പശുവാ. അതല്ല, ഞാൻ ചേട്ടന്റെ കാര്യമാ ചോദിച്ചത്. അല്ല ചേട്ടാ, ചേട്ടനാണോ ഈ തോക്ക് കൈമൾ? തോക്ക് കൈമളല്ല, പോത്തു മൈക്കിൾ. ആ അതന്നെ, അത് ചേട്ടനാണോ? ആ, തോമസിന്റെ മോനല്ലേ? പശുവിനെ വേണമല്ലേ? ആ, ശരി, നോക്കിക്കോ. ഹാ, ഇത് കൊള്ളാമല്ലോ. ചേട്ടാ, ഇത് പെയിന്റ് അടിച്ചതൊന്നല്ലോ? ഛേ, ഇത് നല്ല 1-ാം തരം ജേഴ്സിയാ. ഹാ, ജേഴ്സി ഇട്ടതാണല്ലേ. ഞാൻ കരുതി ഒറിജിനൽ കളറാണെന്ന്. കറുത്ത നിറം, നല്ല പൊക്കം, തടി. അതുണ്ട്. അത് ഓക്കെ. അത് പിന്നെ സാരില്ല. ചേട്ടാ, ഇത് മതി. മോനെ, കയറ്. പശുവിന്റെ പുറത്തൊന്നും ഞാൻ കയറില്ല. അതല്ലടാ, കയറ് കയറ്. ദാ
കയറ്. എവിടുന്ന് കിട്ടി ഈ പഴയ പശുവിനെ? ഇത് പഴയതാണെന്ന് ആര് പറഞ്ഞു? ഇപ്പം വാങ്ങിയ പുത്തൻ പശുവാ. അല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ആ എത്തിയോ മിടുക്കൻ. കൊള്ളാമല്ലോടാ. കറുത്ത പുള്ളി, നല്ല ഉയരം, തടി, വാലാണെങ്കിൽ നിലത്തു മുട്ടുന്നു. അയ്യോ, ചതിച്ചോ കർത്താവേ. എടാ, ഈ സാധനത്തിന് അകിടില്ല. ബാക്കിയെല്ലാം ലക്ഷണം ഉണ്ടല്ലോ, പിന്നെ എല്ലാം ഒത്തു കിട്ടാൻ പാടാ. നമുക്ക് കാപ്പി കുടിച്ചിട്ട് മിഠായി വാങ്ങുന്നോ അതോ മിഠായി തിന്നിട്ട് കാപ്പി കുടിക്കുന്നോ? ഒക്കെ നീ പറയുന്നത് പോലെ. എനിക്ക് കാപ്പിയും വേണ്ട മിഠായും വേണ്ട. പിന്നെ സിപ്പപ്പ് വേണോ? ഹായ് ജ്വല്ലറി, എനിക്കൊരു മാല വേണം പ്ലീസ്. ഒന്ന് വാങ്ങിച്ചു തരുമോ? ഈശ്വരാ, മാലയോ? മോളെ ഡുണ്ടു, മാല നമുക്ക് നാളെ വാങ്ങാം. ഇന്ന് ഞാൻ കാശ് എടുത്തിട്ടില്ല, കാർഡ് മാത്രമേ കയ്യിലുള്ളൂ. കാർഡ് മതി, ഈ ജ്വല്ലറിയിൽ കാർഡൊക്കെ എടുക്കും. ഇന്നാണേ പ്ലേയിങ് കാർഡ് എടുത്തിട്ടില്ല, ഉണ്ടെങ്കിൽ അത് കൊടുത്ത് തടി തപ്പാമായിരുന്നു. ഹായ്, എന്താ വേണ്ടത് മാഡം? എനിക്കൊരു മാല വേണം. മാല എങ്ങനെയുണ്ട്? ഇത് വേണ്ട, അതൊന്ന് എടുത്തേ. ഇതാണോ? ആ, അത് തന്നെ. ഇത് നന്നായിട്ടുണ്ടല്ലേ? അയ്യേ, ഇത് വലിയ ഭംഗിയൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത് നമുക്ക് പിന്നെ നോക്കാന്ന്. അതൊന്നും അല്ല, ഇത് നല്ല ഭംഗിയുണ്ട്. ഇത് പാക്ക് ചെയ്തോ. ആ, പിന്നെ ഇതിന് മാച്ച് ആവുന്ന കമ്മലും കൂടി എടുത്തോ. ഇതാ സാർ ബിൽ. ക്യാഷ് ഒക്കെ പിന്നെ തരാം. വിശ്വാസം അതല്ലേ എല്ലാം. ഇവിടെ എവിടെയോ ആണ് ആ വീട്. ആ ബ്രോക്കറെയാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അല്ല, നമുക്ക് അവിടെ ഒന്ന് ചോദിച്ചു നോക്കാം. എന്താ മോനെ, ഇവിടെ ഒരു മുറി വാടകയ്ക്ക് കൊടുക്കാനുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാ. എവിടെയാണെന്ന് മക്കൾക്കറിയാമോ? ആ, എനിക്കറിയാം. മരം വെട്ടുകാരൻ രാമുവിന്റെ മുറിയല്ലേ? അതറിയില്ല. ഈ ഏരിയയിൽ എവിടെയോ ആണെന്നാണ് പറഞ്ഞത്. രാമുവിന്റെ മുറിയാണെങ്കിൽ രാമുവിന്റെ മുറി ഏതെങ്കിലും ഒന്ന് കിട്ടിയേ തീരൂ. അത്രയ്ക്ക് അത്യാവശ്യ. മരം വെട്ടുകാരൻ രാമുവിന്റെ മുറിയോ? അതിന് അയാൾ തന്നെ വാടകയ്ക്ക് ഒരു ചെറിയ മുറിയിലല്ലേ താമസം? പിന്നെ ഏതാ മറ്റൊരു മുറി? അതൊന്നും അല്ല, അയാൾക്കിപ്പോ സ്വന്തമായിട്ട് മുറിയൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം മരം വെട്ടാൻ പോയപ്പോ രാമു ഒരു മുഴുത്ത മരം കണ്ടു. അയാളത് ഒറ്റ വെട്ടിന് 2 മുറിയാക്കി. അതിലൊന്ന് അയാൾ താമസിക്കുകയും മറ്റേത് വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്താ, ചേട്ടന് വേണമെങ്കിൽ ഞാനൊന്ന് സംസാരിച്ച് ശരിയാക്കി തരാം. മോനെ, അങ്ങനെയൊന്നും പറയരുത്. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. കേട്ടിട്ടില്ലേ? സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അതൊക്കെ വെറുതെയാണ് അച്ചോ. കഴിഞ്ഞ ദിവസം വെറും 4 നാടൻ ബോംബ് വീട്ടിൽ സൂക്ഷിച്ചതിനാ എന്റെ അമ്മാവനെ പോലീസ് പിടിച്ചത്. ഇപ്പൊ കേസും കോടതിയും ഒക്കെ ആയി മൂപ്പര് നല്ലോണം ദുഃഖിക്കുന്നുണ്ട്. നിന്റെ മൂത്ത അമ്മാവനാണോ വയനാട്ടിൽ എസ്റ്റേറ്റ് ഒക്കെ ഉള്ള? ആ, മൂപ്പര് തന്നെ. മൂപ്പരകത്തായ സ്ഥിതിക്ക് ഇനി ആ എസ്റ്റേറ്റ് ഒക്കെ ആരാ നോക്കുക? നീ ആ എസ്റ്റേറ്റ് കണ്ടിട്ടുണ്ടോ? പിന്നല്ലാതെ, കഴിഞ്ഞ വെക്കേഷന് ഞാൻ അമ്മാവിന്റെ കൂടെ കാറിൽ എസ്റ്റേറ്റ് മുഴുവൻ ചുറ്റി കണ്ടു. രാവിലെ എസ്റ്റേറ്റിൽ കയറിയതാ, രാത്രിയായിട്ടും എസ്റ്റേറ്റിന്റെ പകുതി പോലും തീർന്നില്ല. ഇത്രയ്ക്ക് സമയോ? അത്രയും വലിയ എസ്റ്റേറ്റാ? എസ്റ്റേറ്റ് വലുതായിട്ടല്ല, കാറ് പഴയതായിട്ടാ. ഇപ്പൊ മൂപ്പരാ കാർ ഇരുമ്പ് വിലക്ക് തൂക്കി വിറ്റു. ഇന്ന് ശക്തിയായ മഴയുണ്ടാവുമെന്ന് പത്രത്തിലുണ്ട്. ലക്ഷണം കണ്ടിട്ട് നല്ല ഇടിയും മിന്നലും ഉണ്ടാവുമെന്ന് തോന്നുന്നു. വേഗം വീട്ടിൽ പോകാൻ നോക്ക്. അച്ഛൻ പേടിക്കണ്ട അച്ചോ, ഇനി മുതൽ ഇടി ഉണ്ടാവില്ല, മിന്നല് മാത്രമേ ഉണ്ടാവൂ. അതെന്താ? അച്ഛൻ പത്രത്തിൽ വായിച്ചില്ലേ, ഇടി മിന്നലേറ്റ് മരിച്ചൂന്ന്? മോനെ, അങ്ങനെയല്ല. 2 പേർ ഇടിമിന്നലേറ്റ് മരിച്ചു എന്നാണ്. എന്തായാലും എന്താ, ഇപ്പോൾ ഇടി മിന്നലേറ്റ് മരിച്ചില്ലേ? ഇനിയും ഇവിടെ ഇരുന്നാൽ എനിക്ക് കുർബാനയ്ക്ക് പള്ളിയിലെത്താൻ കഴിയില്ല. എന്റെ കർത്താവേ, ഇത് വർക്ക് ചെയ്യുന്നില്ലല്ലോ.
മോനെ ടിൻഡു, ഇപ്പോ സമയം എന്തായി? അച്ഛൻ വലിയ ബുദ്ധിമാനല്ലേ, ഈ വാച്ച് നോക്കിയൊന്ന് സമയം പറഞ്ഞേ. മോനെ, സമയം പറയണമെങ്കിൽ മിനിമം ചെറിയ സൂചിയും വലിയ സൂചിയും എവിടെയാണെന്നെങ്കിലും അറിയണം. ഓ, അത് ഞാൻ പറഞ്ഞു തരാം. ചെറിയ സൂചി എന്റെ വീടിന്റെ കിണറ്റിലുണ്ട്, വലിയ സൂചി അരിച്ചാക്കിലും. ഇനി പറ.